അതിൽ ദുഃഖമുണ്ട്, അത് അംഗീകരിക്കുന്നു. ദൈവത്തിൻ്റെ വിധി അതായിരുന്നു. മീഡിയകളൊക്കെ നിങ്ങൾ പറയുമ്പോൾ അതാ കൂടുതൽ ആഗ്രഹം വന്നത്. അല്ല, നമ്മളങ്ങനെ ചിന്തിക്കത്തില്ല, കിട്ടിയാൽ കൊള്ളാം. പക്ഷെ മീഡിയകൾ ഒത്തിരി പറഞ്ഞപ്പോൾ നമ്മൾ കിട്ടുമെന്ന് വിചാരിച്ചു. ഉമ്മൻചാണ്ടിയെ പൂർത്തിയാക്കാതെ പോയ സ്വപ്നങ്ങൾ ചാണ്ടിയുപ്പൻ ഇരട്ടി വേഗത്തിൽ ഇരട്ടിയിൽ ചെയ്യുന്നുണ്ട്. അത് വലിയ ആശ്വാസമുണ്ട്. അദ്ദേഹത്തിനെ പോലെ തന്നെയാണെന്നാണ് പലരും പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനം, അധ്വാനം, സത്യസന്ധത, അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉമ്മൻചാണ്ടിയുടെ മോന് ദൈവം കൊടുത്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഉള്ള ക്വാളിറ്റീസ് ദൈവം മകന് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം നടക്കാതിരുന്നു ഈ ഒരു ഓർമ്മദിനത്തിന് മുമ്പായി ആഗ്രഹിച്ച എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? സൂപ്പർ സ്പെഷ്യാലിറ്റി ഉമ്മൻചാണ്ടി വലിയൊരു സ്വപ്നമുണ്ട് ഹോസ്പിറ്റലിൽ, അത് തുടങ്ങും. പിന്നെ ഉമ്മൻചാണ്ടിക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു. അത് എല്ലാവർക്കും വീട് വേണം, എല്ലാവർക്കും ഭക്ഷണം വേണം, എല്ലാവർക്കും നല്ല ചികിത്സ വേണം, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അത് എല്ലാവരും കൂടെ സഹായിച്ച് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നതാണ് ചാണ്ടി ഒരു മന്ത്രിയായി കണ്ടിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹമൊക്കെ പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. അതൊരു നടക്കാതെ പോയ ഇതായി തോന്നുന്നുണ്ടോ? അതിൽ ദുഃഖമുണ്ട്, അത് അംഗീകരിക്കുന്നു. ദൈവത്തിൻ്റെ വിധി അതായിരുന്നു. എന്ന് വെച്ചാൽ അതിന് നിരാശയൊന്നുമില്ല. കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ ചാണ്ടി? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. മീഡിയകളൊക്കെ നിങ്ങൾ പറയുമ്പോൾ അതാ കൂടുതൽ ആഗ്രഹം വന്നത്. അല്ല, നമ്മളങ്ങനെ ചിന്തിക്കത്തില്ല, കിട്ടിയാൽ കൊള്ളാം. പക്ഷെ മീഡിയകൾ ഒത്തിരി പറഞ്ഞപ്പോൾ നമ്മൾ കിട്ടുമെന്ന് വിചാരിച്ചു. ിലേക്ക് വരുമ്പോൾ അടുത്ത ഘട്ടങ്ങളിലേക്ക് കുറച്ചുകൂടി നല്ല കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയല്ലേ പ്രതീക്ഷിക്കുന്നത്? ഒത്തിരി ദുഃഖ ഹൃദയത്തിലുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പഴയ കാര്യങ്ങൾ, ഉമ്മൻചാണ്ടിയുടെ 4ാമത്തെ ഭാര്യയാണ് ഞാൻ. ഒന്നാമത്തെ ഭാര്യ പുതുപ്പള്ളിക്കാർ തന്നെയാണ്, രണ്ടാമത്തെ കാര്യം മലയാളികൾ, 3ാമത്തെ പാർട്ടി, 4ാമതേ എനിക്കുള്ളൂ. പക്ഷെ ഒരുപാട് ത്യാഗം എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിലൊരു സംതൃപ്തിയുണ്ട്. മക്കളായാലും 3 പേരായാലും ഈ ഒരു ആ കാര്യത്തിൽ 3 മക്കൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വലിയ ചെയ്യാൻ നല്ല താല്പര്യം 3 പേർക്കുണ്ട്. അതെനിക്ക് വലിയ ചാരിതാർത്ഥ്യം തരുന്നുണ്ട്. ദൈവം തരുന്ന ഒരു നന്മ, പാത പിന്തുടരുന്നുണ്ട്. അത് ഒരു സന്തോഷം, സംതൃപ്തി. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ആളുകളും ഇവിടേക്ക് ഈ ദിവസം എത്തുന്നു എന്നുള്ളതാണ്. അതെനിക്ക് വലിയ സമാധാന, ആശ്വാസം. ഉമ്മൻചാണ്ടി അവരെ ഒരുപാട് സ്നേഹിച്ചു, തിരിച്ചു അവരെ ജനം സ്നേഹിക്കും എന്നുള്ള തെളിവല്ലേ. ഈ 3 വർഷമായിട്ടും ഇവിടെ കല്ലറ ആൾക്കാർ വരുന്നു. അന്ന് സത്യപ്രതിജ്ഞ ദിവസം തന്നെ ഉമ്മൻചാണ്ടിയുടെയും ചാണ്ടിയുടെയും പേര് ഒരുപാട് പേര് പറയുന്നു. ആരും പറഞ്ഞൊന്നും പറയിച്ചൊന്നും അല്ലല്ലോ, സ്പോണ്ടേനിയസായിട്ട് വന്നതല്ലേ. പിന്നെ അതിപ്പോഴും ആൾക്കാരെല്ലായിടത്തും പോകുന്നുണ്ട്, എല്ലാ മണ്ഡലങ്ങളും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അത് വലിയ സമാധാനം, സംതൃപ്തിയും തരുന്നുണ്ട്. ആശ്വാസം, വലിയ ആശ്വാസം.